നമസ്കാരം. വെറും മേനി നടിക്കൽ മാത്രമായി ചിലരുടെ വാക്കുകൾ മാറുമ്പോൾ, അതായത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ചില വിഷയങ്ങളിൽ ചിലപ്പോൾ പറയുന്ന ചില വാക്കുകൾ ആദ്യം കേൾക്കുമ്പോൾ അത് നമുക്ക് അവരുടെ ആത്മാർത്ഥത കൊണ്ട് പറയുന്നതാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. എന്നാൽ അത്തരം വാക്കുകൾ ചിലർ പറയുന്നത് ആ സംഭവങ്ങൾ കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ആ വാക്കുകളൊക്കെ തന്നെ വെറും മേനി പറച്ചിൽ ആണ് എന്ന്. അതായത് കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതായത് അദ്ദേഹത്തിന് കണ്ണൂർ കളക്ട്രേറ്റിൽ റവന്യൂ വകുപ്പ് നൽകിയ യാത്രയയപ്പ് ചടങ്ങിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ വന്നതും അദ്ദേഹത്തെ, അതായത് നവീൻ ബാബുവിനെ വേദനിപ്പിക്കത്തക്ക വിധത്തിൽ, അതായത് അദ്ദേഹത്തിന് വ്യക്തിഹത്യ ഉണ്ടാകത്തക്ക രീതിയിൽ ആ അവസരത്തിൽ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ ആ ചടങ്ങിൽ അവർ സംസാരിച്ചതിന് സാക്ഷിയായി അദ്ദേഹത്തിൻ്റെ, അതായത് നവീൻ കെ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ ഹൈറാർക്കിയിൽ അദ്ദേഹത്തിന് മുകളിൽ നിൽക്കുന്ന കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയൻ സാക്ഷിയായിരുന്നു. അദ്ദേഹം PP ദിവ്യ സംസാരിക്കുന്ന അവസരത്തിൽ അവരുടെ സംഭാഷണം കേട്ട് തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ പരിഹസിക്കുമ്പോൾ, കുത്തുവാക്ക് പറയുമ്പോൾ, വ്യക്തിഹത്യ നടത്തുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സമൂഹം മറക്കില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അതിലുള്ള ഒരു പങ്ക്, ആ ചടങ്ങിലേക്ക് PP ദിവ്യ വരുന്നത് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അത് നാം നിരവധി തവണ കേരള സമൂഹം സംസാരിച്ചതാണ്. എന്നാൽ റവന്യൂ വകുപ്പ്, നാം മന്ത്രി രാജൻ്റെ കാര്യം നാം തുടക്കത്തിൽ പറഞ്ഞു, വെറും മേനി നടക്കൽ. രാജൻ പറഞ്ഞത് അത് ഞാൻ ഒന്നുകൂടെ അതിലേക്ക് പോകുന്നു. ആ റവന്യൂ വകുപ്പിലെ ആ കുടുംബത്തിലെ അംഗമായ ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഏതു തരത്തിലുള്ള അന്വേഷണവും നാം പോകും, അന്വേഷണത്തിൽ അവർക്ക് കിട്ടേണ്ട നീതി വാങ്ങിക്കൊടുക്കും എന്നൊക്കെ അദ്ദേഹം മരണപ്പെട്ട ദിവസം പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവിടെ വന്ന മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് നാം മറന്നിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പ്രകാരം നടന്ന അന്വേഷണത്തിൽ ഇത്തരത്തിൽ അരുൺ കെ വിജയൻ അവിടെ ആ വേദിയിലിരുന്ന് ചിരിച്ചു. അദ്ദേഹം ആ വേദിയിലിരുന്ന് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ വേദനിപ്പിച്ച അവസരത്തിൽ ഒരു കാഴ്ചക്കാരനായി മാത്രം അവിടെ ഇരുന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണവും വകുപ്പ് തലത്തിൽ നടന്നിട്ടില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ആ വിഷയം വകുപ്പുതല അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്ത്. ആ കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നവീൻ ബാബുവിൻ്റെ മരണശേഷം സർക്കാർ ഏർപ്പെടുത്തിയ വകുപ്പുതല അന്വേഷണത്തിൽ, അതായത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത നടത്തിയ വകുപ്പുതല അന്വേഷണത്തിൽ അരുൺ കെ വിജയനെതിരെ ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടികളും ശുപാർശ ചെയ്തിരുന്നില്ല. റവന്യൂ വകുപ്പിൻ്റെ വിചിത്രമായ ഒരു നിലപാടാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് ഗീത IAS ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുമ്പോൾ കേരള സമൂഹം കരുതിയിരുന്നത് ഈ ഒരു ചടങ്ങിൽ ഇദ്ദേഹം പെരുമാറിയതിൽ മാത്രമല്ല, അരുൺ കെ വിജയൻ എന്ന ഉദ്യോഗസ്ഥൻ കാണിച്ചിട്ടുള്ള നിരവധി പിടിപ്പുകേടുകളുടെ, അത് കണ്ണൂർ CPM നടത്തിയിട്ടുള്ള നിരവധി കണ്ണൂർ CPMലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി മാഫിയ ബന്ധങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന രേഖകൾ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ അടുക്കിലേക്ക്, അതായത് റവന്യൂ വകുപ്പിൽ എത്തിയിട്ടുള്ളത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ കണ്ടതും അദ്ദേഹം ആ ഫയൽ ഈ അരുൺ കെ വിജയന് കൈമാറിയതും ഇവർ തമ്മിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വകുപ്പ് തല നടപടികൾ വിട്ടുവീഴ്ചയ്ക്ക്, പലപ്പോഴും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത അരുൺ കെ വിജയനും നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനും അവർ തമ്മിൽ ആശയപരമായി വളരെ അകന്നിരുന്നു എന്ന വാർത്തയും അന്ന് പുറത്തു വന്നിരുന്നു. ഏതായാലും ഇത്തരത്തിൽ അരുൺ കെ വിജയൻ ആ യാത്രയയപ്പ് ചടങ്ങിൽ ഉണ്ടായ വ്യക്തിഹത്യയിൽ കളക്ടറുടെ ഭാഗത്ത് ഇത് കണ്ട ഒരു കാഴ്ചക്കാരനായി നിന്നത് വകുപ്പുതല അന്വേഷണം നടത്തിയിട്ടില്ല. ആ അന്വേഷണം, അതായത് ഗീത നടത്തിയ ആ അന്വേഷണത്തിൽ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം
അദ്ദേഹത്തിന് ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് ആവശ്യമായ അപേക്ഷാപത്രം നൽകുന്നതിൽ നവീൻ ബാബുവിന് അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹം നൽകിയ അപേക്ഷയിന്മേൽ ആ പമ്പ് തുടങ്ങുന്നതിന് വേണ്ട കാര്യങ്ങൾ നടത്തിക്കൊടുക്കേണ്ട കാര്യത്തിൽ, അതായത് പ്രശാന്ത് നൽകിയ അദ്ദേഹത്തിന് പമ്പ് തുടങ്ങുന്നതിന് അനുമതി നേടിക്കൊണ്ടുള്ള നവീൻ ബാബുവിന് നൽകിയ കത്തിന്മേൽ അദ്ദേഹം എന്തെങ്കിലും വീഴ്ച വരുത്തുകയോ അതിന് കാലതാമസം വരുത്തുകയോ ഇതിനായി പ്രതിഫലം വാങ്ങുകയോ ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ അന്വേഷണ പരിധിയിൽ ആ കാര്യങ്ങളെ അന്വേഷണ പരിധിയിൽ വന്നുള്ളൂ എന്ന വിവരവും പറയുന്നുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾ ആണ് ഈ അന്വേഷണ വിവരങ്ങളെ വന്നുള്ളൂ എന്നുള്ള ഇത്തരം അന്വേഷണങ്ങൾ മാത്രം. അതായത് പമ്പ് തുടങ്ങുന്നതിന് പ്രശാന്ത് നൽകിയ അപേക്ഷ എന്തുകൊണ്ട് അദ്ദേഹം വെച്ച് താമസിപ്പിച്ചു, അത് മനഃപൂർവ്വം താമസിപ്പിച്ചതാണോ, അതിന് അദ്ദേഹം കൈക്കൂലി ചോദിച്ചോ, അതിന് പ്രതിഫലം ചോദിച്ചോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അന്വേഷണങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. നവീൻ ബാബുവിന് നൽകിയ യാത്രയയപ്പ് ചടങ്ങിൽ, അപ്പോൾ നാം വീണ്ടും ആ യാത്രയയപ്പ് ചടങ്ങിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ആ ചടങ്ങിൽ യാത്രയയപ്പ് ചടങ്ങിൽ ഉണ്ടായ വിഷയങ്ങൾ യാത്രയയപ്പ് ചടങ്ങിന് വകുപ്പ് തല അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതിൽ ഉൾപ്പെടുത്തിയില്ല. വകുപ്പ് തല അന്വേഷണം നടത്തുമ്പോൾ അത് ഈ വകുപ്പ് തല അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയില്ല. അത് മനഃപൂർവ്വം ഉൾപ്പെടുത്താത്തതാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് അവിടെയാണ് റവന്യൂ മന്ത്രി രാജൻ്റെ വാക്കുകൾ നാം ഓർത്തുപോകുന്നത്. കളക്ടറെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ ആ ഒരു വിഷയത്തിൽ ഒരു നടപടിയും പോയില്ല? കളക്ടറുടെ പക്കൽ CPMൻ്റെ ഭൂമാഫിയ ബന്ധത്തെ സംബന്ധിച്ചുള്ള നിരവധി തെളിവുകൾ ഈ പറയുന്ന നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ തന്നെ പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ അരുൺ കെ വിജയൻ്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പറയുന്ന റവന്യൂ മന്ത്രി രാജനും അറിയാം എന്നുള്ള കാര്യം വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിനറിയാം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് തന്നെ നമുക്ക് ആർക്കെല്ലാം അറിയാം എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കേരള സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. നവീൻ ബാബുവിനെതിരെ ഈ പറയുന്ന പ്രസ്തുത പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശാന്തും CPOവും മെനഞ്ഞ കള്ളക്കഥയാണ് ഇതിലൂടെ കള്ളക്കഥയാണ് എന്ന് സർക്കാരിന് തന്നെ പറയേണ്ടി വന്നു. അതായത് ഇത്തരത്തിൽ പമ്പ് തുടങ്ങുന്നതിന് അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന് പ്രശാന്ത് ഉൾപ്പെട്ട ഒരു സംഘവും മെനഞ്ഞ ഒരു കള്ളക്കഥയാണ്. ആ തുക കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന തുകയും അദ്ദേഹത്തിനെ പ്രശാന്ത് കണ്ടെന്ന് പറയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ പച്ച കള്ളമാണ് എന്ന് സർക്കാരിന് മിണ്ടാതെ ഉരിയാടാതെ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ കള്ളം പറ്റി, തെറ്റ് പറ്റി എന്ന് പറയേണ്ടി വന്നു. ആർക്ക് പറ്റി എന്ന് ചോദിക്കുമ്പോൾ കണ്ണൂർ CPMന് പറ്റി, സംസ്ഥാന സർക്കാരിന് പറ്റി, ഒരു ഉദ്യോഗസ്ഥനെ ഇവർ തന്നെ ബലിയാടാക്കി എന്ന് പറയേണ്ടി വന്നു. അത് നാം കണ്ടതാണ്. അങ്ങനെ ഒരു പരാതി റവന്യൂ വകുപ്പിനും വിജിലൻസ് വകുപ്പിനും കണ്ണൂർ കളക്ടറേറ്റിനും കിട്ടിയിട്ടില്ല. അതായത് അദ്ദേഹം കൈക്കൂലിക്കാരനാണ്, അദ്ദേഹം ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതായത് പ്രശാന്ത് നൽകിയ അപേക്ഷയുടെ ഫയൽ പൂർത്തിവെച്ചു, അത് വെച്ച് താമസിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് കണ്ണൂർ കളക്ടറേറ്റും വിജിലൻസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ, റവന്യൂ വകുപ്പും ഒക്കെ തന്നെ വിവരാവകാശത്തിലൂടെ ചോദിച്ചവർക്ക് മറുപടി നൽകിയ സാഹചര്യത്തിൽ, അത്തരം വിഷയങ്ങളിൽ സർക്കാരിന് പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ പറഞ്ഞ യാത്രയയപ്പ് ചടങ്ങിനെ സംബന്ധിച്ച് സർക്കാരിന് ആ ചടങ്ങിനെക്കുറിച്ച് മാത്രം വകുപ്പുതല അന്വേഷണത്തിന് നിയമമില്ല എന്ന ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ് സർക്കാർ ഈ യാത്രയയപ്പ് ചടങ്ങിൽ ഉണ്ടായ വിഷയത്തിൽ എന്തുകൊണ്ട് അന്വേഷണം നടന്നില്ല എന്ന കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത്. അങ്ങനെ സർക്കാർ അതിനൊരു നിയമസാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ, അതായത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നും ഫയൽ താമസിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിനെതിരെ അലിഗേഷൻ ഒന്നും തന്നെ ഇല്ല എന്നും കളക്ടറേറ്റിൽ നിന്നും റവന്യൂ വകുപ്പിൽ നിന്നും ഒക്കെ വിജിലൻസിൽ നിന്നും ഒക്കെ മറുപടി കിട്ടിയ സാഹചര്യത്തിൽ ഇത് മാത്രമേ അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, ഇത്തരത്തിൽ ഒരു സർക്കാർ ജീവനക്കാരൻ, അതായത് നവീൻ ബാബു എന്ന സർക്കാർ ജീവനക്കാരന് നേരെ വകുപ്പ് തല അന്വേഷണം ആണ് ഇത് നടന്നത്. അങ്ങനെ ആ വകുപ്പ് തല അന്വേഷണം നടത്തുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടാകണം. ആ കേസിന് ആസ്പദമായിട്ടുള്ള ആളിൻ്റെ സാന്നിധ്യം വേണം. ആ ജീവനക്കാരൻ്റെ ഭാഗവും കേൾക്കണം, അദ്ദേഹം പറയുന്നത് കേൾക്കണം ഇത്തരത്തിൽ അന്വേഷണം നടക്കുമ്പോൾ. അപ്പോൾ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാഗം ആര് കേട്ടു? അദ്ദേഹം പറയേണ്ട ഭാഗം കേൾക്കാതെ മരണപ്പെട്ട ആൾക്ക് എതിരെ സർക്കാർ നടത്തിയ ഇത്തരത്തിലുള്ള വകുപ്പുതല അന്വേഷണം നിയമവിരുദ്ധം ആണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന മേനി നടിക്കലും കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന പറച്ചിലുമൊക്കെ എന്ത് അർത്ഥമാണ് ഉള്ളത്?